ഇനിയുള്ള കാലം നമ്മുടെ ഏതെങ്കിലും ഗസ്റ്റ് ഹൗസിലോ മറ്റോ നിനക്ക് താമസിക്കാം. ഈ ഒരു ഔദാര്യം നിന്നോട് ഞാൻ ക്ഷമിച്ചതുകൊണ്ടല്ല. എന്റെ മകന്റെ ഭാര്യ എന്ന ബന്ധം താലി അറുക്കാതെ മുന്നോട്ട് പോകണമെന്ന് കരുതിയിട്ടാ. നാളെ തന്നെ നീ കൈക്കലാക്കിയ എല്ലാ പണവും അതിന് അർഹതപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കണം. ഇനി ഒരു കാര്യത്തിനും നീ ഈ വീടിന്റെ പടി ചവിട്ടരുത്. നീ നേരത്തെ പറഞ്ഞത് മുഖവിലക്കെടുത്താൽ നിനക്കിവിടെ അല്ലാതെ എവിടെ വേണമെങ്കിലും എന്റെ മോനോടൊപ്പം കഴിയാം. അവൻ നിന്നോടൊപ്പം ഇപ്പൊ ഇറങ്ങിയാലും ഞാൻ അവനെ തടയില്ല. എന്റെ അച്ഛനെയും സഹോദരങ്ങളെയും ചതിച്ച ഇവൾ നാളെ എന്നെയും ചതിക്കും. എനിക്കുറപ്പാ അത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവളോടൊപ്പം പോകുന്നില്ല. നീ ചെയ്ത തെറ്റുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ശിക്ഷയാണിതെന്ന് എനിക്കറിയാം. അത് മനഃപൂർവ്വ. എന്റെ മകന്റെ താലി ഓർത്തിട്ടല്ല അത്. ജീവന്റെ ജീവനായി ഞാൻ കൊണ്ടുനടന്ന എന്റെ ചങ്ങാതി ഓർത്തിട്ട്. വിനയചന്ദ്രൻ എന്ന നിന്റെ അച്ഛനെ ഓർത്തിട്ട്. അവന്തിയേക്ക് ഇറങ്ങാം. അച്ഛാ, ഞാൻ ഇനി ഈ കാര്യത്തിൽ എനിക്കൊന്നും കേൾക്കാനില്ല, ഒന്നും പറയാനുമില്ല. ശരി, ഇനി ആരുടെയും കാല് പിടിക്കാൻ ഞാനില്ല. എനിക്ക് സ്ഥാനമില്ലാത്ത ഈ വീട്ടിൽ തുടർന്നിട്ടിപ്പോൾ എന്തിനാ? സ്വന്തം ഭാര്യയ്ക്ക് സ്ഥാനമില്ലാത്ത വീട്ടിൽ തുടരണോ വേണ്ടയോ എന്നുള്ള അവകാശം ഞാൻ എൻ്റെ ഭർത്താവിന് വിടുന്നു. ഈശ്വരൻ എന്ന് പറയുന്നതേ ഒരാളുടെ മാത്രം സ്വന്തം അല്ല എടുത്തി. എപ്പോഴും കൂടെ നിന്ന് രക്ഷിച്ചെടുക്കുമെന്ന് കരുതണ്ട.